കറുത്ത ചന്ദ്രനെ കാണപ്പെട്ടതിൻ്റെ 3-ാം ദിനം മുതൽ കാട് ആരവിനെ പരീക്ഷിക്കുന്നത് പോലെ പെരുമാറാൻ തുടങ്ങി. ഒരേ വഴിയിലൂടെ നടക്കുമ്പോഴും അവനൊരിക്കലും ഒരേ സ്ഥലത്ത് എത്തുന്നില്ലെന്ന് തോന്നി. ക്വാർട്ടേഴ്സിൽ നിന്ന് നാരായണൻ്റെ കുടിലേക്ക് പോകുന്ന പരിചിതമായ മൺവഴി അപ്രത്യക്ഷമായി. പകരം അവൻ കണ്ടത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വലിയ മരങ്ങളും വേരുകൾ നിലം തുളച്ച് ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളും. സമയം മുന്നോട്ട് പോകുന്നുണ്ടോ അതോ പിന്നോട്ടാണോ എന്നുറപ്പില്ലാത്തൊരു തരം അവസ്ഥ. പകൽ പോലും കാടിൻ്റെ ഉള്ളിൽ ഇരുട്ട് നിലനിൽക്കുന്നു. കാറ്റ് ചിലപ്പോൾ മനുഷ്യശ്വാസം പോലെയും ചിലപ്പോൾ നിലവിളി പോലെയും കേൾക്കുന്നു. ഒരു സ്ഥലത്ത് അവൻ തളർന്നു നിൽക്കുമ്പോൾ മരത്തിൻ്റെ പുറത്ത് കൈവച്ചപ്പോൾ ആ തൊലി ചൂടുള്ളതുപോലെ അവന് തോന്നി, ജീവനുള്ളതുപോലെ. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു കൂട്ട ശബ്ദമുയർന്നു. വ്യത്യസ്ത പ്രായത്തിലുള്ള മനുഷ്യ ശബ്ദങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നത് പോലെ പേരുകൾ വിളിക്കപ്പെടുന്നുണ്ടായിരുന്നു. ചിലത് ജീവനുള്ളവരുടെയും ചിലത് ഒരിക്കലും തിരികെ വരാത്തവരുടേതുമായിരുന്നു എന്നവന് മനസ്സിലായി. ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ കാട് തന്നെ വഴിയടച്ചു. ചില്ലകൾ താഴ്ന്നു വന്നു. വേരുകൾ കാലുകൾക്ക് ചുറ്റി കുരുങ്ങി. പക്ഷേ ഒന്നും അവനെ ആക്രമിച്ചില്ല. പകരം അവനെ നിർത്തി, കേൾപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. മനുഷ്യനിവിടെ ചെയ്തതെല്ലാം കാട് മറന്നിട്ടില്ലെന്ന്. സൂര്യൻ അസ്തമിച്ചപ്പോൾ മാത്രമാണ് അവൻ ക്വാർട്ടേഴ്സിന് സമീപം വീണ്ടും എത്തിപ്പെട്ടത്. പക്ഷേ അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, കാട് ഇനി അവന് പുറത്തുള്ള ഒരു സ്ഥലമല്ല, അവൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. അവൻ വഴിതെറ്റിയത് കാട്ടിലല്ല, തൻ്റെ തന്നെ മനസ്സിലാണ്. ആ രാത്രിയിൽ അവൾ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. പേടിയോടെ അവൻ അവൾക്കൊരു പേര് നൽകി, നീല. പക്ഷേ ഇത്തവണ അവൾ മുന്നറിയിപ്പുമായി അല്ല വന്നത്, ഒരു വിലക്കുമായാണ്. കറുത്ത ചന്ദ്രൻ വീണ്ടും ഉയരാനിരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ കാട്ടിൽ കാണാമെന്നും അന്ന് കാട് തുറന്ന് സംസാരിക്കുമെന്നും മനുഷ്യൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും അവരിലേക്ക് കയറി വരുമെന്നും അവൾ പറഞ്ഞു. ആരവ്, നീ കാടിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഏറ്റവും അപകടകരം എന്നവൾ പറഞ്ഞപ്പോൾ ആരവിന് അവളുടെ കണ്ണുകളിൽ ഭയം ആദ്യമായി കാണാനായി. നീല മനുഷ്യരെയും കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാളല്ല. അവളൊരു അതിരാണ്. പകലിൽ അവൾക്ക് എല്ലാം മങ്ങലായി തോന്നുന്നുവെങ്കിലും രാത്രിയിൽ കാട് അവളിലൂടെ സംസാരിക്കുകയാണ് എന്ന് ആരവിന് തോന്നി. കാട് ആരവിനെ തിരഞ്ഞെടുത്തത് അവനെ ഇല്ലാതാക്കാനല്ല, മറിച്ച് അവനിലൂടെ ഒരു പഴയ ചക്രം പൂർണ്ണമാക്കാനാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ആ ചക്രം പൂർത്തിയാകുമ്പോൾ ഒരാൾക്ക് മനുഷ്യനായി തുടരാൻ കഴിയില്ലെന്ന്. കറുത്ത ചന്ദ്രൻ ഉയരുന്ന രാത്രിയിൽ ആരവ് കാടിനുള്ളിലേക്ക് കടക്കരുതെന്നും അവൾ വിലക്കി. കാരണം ഒരിക്കൽ അത് ചെയ്താൽ കാട് അവനെ വിട്ടുകൊടുക്കില്ല. അവൾ ഈ വാക്കുകൾ പറഞ്ഞ നിമിഷം തന്നെ കാറ്റ് ശക്തമായി വീശി. മരങ്ങൾ ഒരേ ദിശയിൽ ചലിച്ചു. നീലയുടെ രൂപം നിഴലിൽ ലയിച്ചു. പക്ഷേ അവളുടെ അവസാന വാക്കുകൾ അവനിൽ തങ്ങി നിന്നു. ഇനി തീരുമാനിക്കേണ്ടത് കാടല്ല, നീയാണ്. അവൻ വന്ന ശേഷം കൃത്യമായ ഇടവേളകളിലാണ് കറുത്ത ചന്ദ്രൻ ഉദിച്ചിട്ടുള്ളത്. അവൻ കണക്ക് കൂട്ടി നോക്കി. ഇനി 2 രാത്രികൾ മാത്രം ബാക്കി, കറുത്ത ചന്ദ്രൻ ഉദിക്കും. പുലർച്ചയോടെ ആരവ് ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു പുതിയ പാത തെളിഞ്ഞിരുന്നു. ഇന്നലെ വരെ ഇല്ലാതിരുന്ന മണ്ണ് പുതുതായി തിരിഞ്ഞു കിടക്കുന്ന ഒരിടുങ്ങിയ വഴി. കാട് തന്നെ അത് തുറന്നതുപോലെ. ആ വഴിയിലൂടെ നടക്കുമ്പോൾ കാറ്റവനെ മുന്നോട്ട് തള്ളുന്നുവെന്ന പോലെ തോന്നി. വഴിയുടെ അറ്റത്ത് അവൻ കണ്ടത് ഒരു പഴയ അസ്ഥികൂടമായിരുന്നു. മനുഷ്യൻ്റേതല്ല, മൃഗത്തിൻ്റേതുമല്ല, രണ്ടിൻ്റെയും മധ്യത്തിലുള്ള എന്തോ. അതിനു ചുറ്റും നിലത്ത് കറുത്ത ചിഹ്നങ്ങൾ കുത്തിവെച്ചിരുന്നു. നാരായണൻ പറഞ്ഞ പഴയ കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ള അടയാളങ്ങൾ. അപ്പോൾ കാടിനുള്ളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നു. അവയെ പിന്തുടർന്ന് അവൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ വനം ഗവേഷകൻ്റെ ശരീരം അവിടെ കണ്ടു. ജീവനില്ലാത്ത, പക്ഷേ ചീന്തലുകളോ ആക്രമണ അടയാളങ്ങളോ ഇല്ലാതെ. ആരവ് ഗവേഷകൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ഭയത്തിലല്ലായിരുന്നു, ആശ്വാസത്തിലായിരുന്നു. ആ നിമിഷം ആരവിന് മനസ്സിലായി, കാടവനെ കൊന്നതല്ല, അവനെ വിളിച്ചുകൊണ്ടുപോയതാണ്. പെട്ടെന്ന് കാട് നിശബ്ദമായി. നീല വളരെ ദൂരെയായി പ്രത്യക്ഷപ്പെട്ടു.
അവൾ പറഞ്ഞു. ഇനി പിന്നോട്ട് വഴിയില്ല. പൊടുന്നനെ അവൾ മാഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്ന ആ പുതിയ പാത തന്നെ ഇല്ലാതായി. കാട് പഴയ രൂപത്തിലേക്ക് മടങ്ങി. പക്ഷേ ആരവിൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു. ഇതുവരെ കാട് മുന്നറിയിപ്പ് നൽകി, പരീക്ഷിച്ചു, കാത്തുനിന്നു. ഇനി കാട് ആവശ്യപ്പെട്ടു തുടങ്ങും.